സ്മൃതി, ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത് ഏറെ നിരാശയോടെയാണ് ഞാൻ നിങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം മെക്സവനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകളിൽ ഇന്ന് കേരളത്തിലെ എല്ലാ ചാനലുകളും രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് ഹെഡ്ലൈനുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഹെഡ്ലൈനിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണകക്ഷിയായ CPM-ൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ മോഹനൻ മാസ്റ്ററുടെ ഒരു പ്രതികരണമാണ്. നിങ്ങളും ഇപ്പോൾ ഈ ചർച്ചയുടെ താഴെ എഴുതി കാണിക്കുന്നത് അതുതന്നെയാണ്. ഇതിന് നിരോധിത സംഘടനകളുമായി മെക്സവന് ബന്ധമുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശമാണ്. ആ പരാമർശം നടത്തിയ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിലില്ല. പിന്നെ ഈ ചർച്ച ആരോടാണ് സംവദിക്കേണ്ടത്? ഇതിൽ ചർച്ചയിലിരിക്കുന്ന പ്രതിനിധികളെന്ന് പറയുന്നവർ നേരത്തെ അതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു വിവാദമായ പരാമർശം നടത്തി ഈ വിഷയത്തെ ഒരു തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഈ പറയുന്ന CPM-ൻ്റെ പ്രതിനിധികളാണ്. ഇന്ന് ഞാൻ മറ്റൊരു ചാനൽ കണ്ടു, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന്. അപ്പോൾ NIA പോലുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത ശരിയാണെങ്കിൽ അതിനുതകുന്ന രൂപത്തിലേക്ക് ഇതിനെ പാകപ്പെടുത്തി കൊടുത്തത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ മോഹനൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിലില്ല. ഇനി ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത കേരള ജമിയത്തുൽ കീഴിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം ഇവിടെ പറഞ്ഞു, അത് അവരുടെ ആശയപരമായ കാര്യമാണ്. നിങ്ങൾ എഴുതി കാണിക്കുന്നു സുന്നി പ്രവർത്തകർ വഞ്ചിതരാകരുത് എന്നാണ് അവർ പറഞ്ഞത്. അത് അവരുടെ സംഘടനാപരമായ കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് മെക്സവനുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇത്തരം വാർത്തകൾ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു. നിലവിൽ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ചർച്ച നടത്തുന്നത് വരെ മെക്സവൻ ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലൊരു കോളത്തിനകത്തോ നിൽക്കുന്നതായി നമുക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ഇന്നത്തെ പകലിലെ നിങ്ങളുടെ വാർത്തയ്ക്ക് പിറകിലുള്ള എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ നിയോജകമണ്ഡലം വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലമാണ്. അതിൽ ചേളാരി എന്ന് പറയുന്ന എൻ്റെ നാടിൽ നിന്ന് കേവലം 4 കിലോമീറ്റർ അകലമുള്ള ചേളാരി തേഞ്ഞിപ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. തേഞ്ഞിപ്പലത്തിൻ്റെ പേരിലാണ്. അവിടെ രജിസ്റ്റർ ചെയ്ത ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. ഇതിൻ്റെ ആദ്യത്തെ സംഘടനാ രൂപം ഉണ്ടായത് പെരുവള്ളൂർ എന്ന് പറയുന്ന എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ആദ്യത്തെ ഈ പറയുന്ന സംഘം ഉണ്ടായത് കൊണ്ടോട്ടിയിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി അന്വേഷണം നടത്തുമ്പോൾ ഇതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായോ മതപരമായോ ഏതെങ്കിലും ഒരു കോളം നമുക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങളിവിടെ ചർച്ച കൊണ്ടിരിക്കുമ്പോൾ ഇത് മുസ്ലിം സമുദായത്തിൻ്റെ എന്തോ ഭയങ്കരമായ പ്രശ്നമാണ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ദയവ് ചെയ്ത് സ്മൃതിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറയാണ്, ഇത് ഈ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമേ അല്ല. സമുദായത്തിന് ഇതിലൊരു പങ്കാളിത്തവും ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ ഒരു നിമിഷം.